വയനാട് പഞ്ചാരക്കൊല്ലിയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവലിനെ പ്രതിഷേധക്കാർ തടഞ്ഞു. കടുവയെ പിടികൂടിയാൽ പോരാ, ഉടൻ കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 4 മണിക്ക് സമരക്കാരുമായി കളക്ടർ ചർച്ച നടത്തും. മരിച്ച രാധയുടെ കുടുംബത്തിലെ ഒരാൾക്ക് ഉടൻ ജോലി നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം സാറേ. ഉദാഹരണം ഇപ്പൊ മണിയങ്കുന്നില്ലേ, നിങ്ങൾ കൂട് വെച്ചു, നിങ്ങൾ എത്ര ദിവസം കൂട് വെച്ചു, നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾ അവിടെ അത് ഉപേക്ഷിച്ചിട്ട് പോയി. 2 ചെറക്കരയിൽ ഇതേ സംഭവമാണ് സംഭവിച്ചത്. നിങ്ങൾ കൂട് വെച്ചു, നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾ പോയി. നിങ്ങൾ സാഹചര്യമല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഈ നിരോധനാക്കേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. ഫൈസൽ നെടുമ്പാല ഞങ്ങളുടെ പ്രതിനിധി സംഭവ സ്ഥലത്ത് നിന്നും ചേരുന്നു. ഫൈസൽ, 4 മണിക്ക് ഈ ജനപ്രതിനിധികളുമായി നാട്ടുകാരും DFOയുമായുള്ള ചർച്ച പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ 4 മണിയാകുന്നു. ആ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉരുത്തിരിയും എന്നാണ് മനസ്സിലാക്കുന്നത്? ജനങ്ങളുടെ പൂർണ്ണമായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ളൊരു മനസ്സിപ്പോൾ അവിടെ വനംവകുപ്പ് അധികൃതർക്കുണ്ടോ? ഈ എപ്പോൾ വെടിവെക്കുമെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സൂചനകൾ ഇപ്പോഴുണ്ടോ ഫൈസൽ? സൈഫുദ്ദീൻ, ചർച്ചയുടെ കാര്യം തന്നെയാണ് ഏറെ പ്രധാനമായി തന്നെ ഈ ഒരു സമയത്ത് പറയാനുള്ളത്. കാരണം 4 മണിക്ക് ജില്ലാ കളക്ടർ എത്തി നാട്ടുകാരുമായി ചർച്ച നടത്തുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ 4 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ ആളുകൾ രാവിലെ 11:30 മുതൽ തന്നെ ഈ രാധയുടെ സംസ്കാരം കഴിഞ്ഞത് മുതൽ ഈ ഒരു പ്രദേശത്ത് വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ്. ഇപ്പോൾ വീണ്ടും പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കടക്കുന്നത്. കാരണം 4 മണിക്ക് ജില്ലാ കളക്ടർ എത്തി ഈ നാട്ടുകാരുമായി ചർച്ച നടത്താമെന്നുള്ള ഒരു ഉറപ്പാണ് നൽകിയിരുന്നത്. 4 മണി കഴിഞ്ഞിട്ടും ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ സബ് കളക്ടറോ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രദേശത്ത് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം വീണ്ടും ഈ ഒരു പ്രദേശത്ത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഈ ഒരു പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിക്കണമെങ്കിൽ തീർച്ചയായും ജില്ലാ കളക്ടറും സബ് കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നുകൊണ്ട് ഇവരുടെ ആളുകളുമായി സംസാരിക്കണമെന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് ഈ ഒരു പ്രദേശം കടക്കുകയാണ് സൈഫുദ്ദീൻ. ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഹാളിനകത്താണ് DFO ഉൾപ്പെടെയുള്ള ആളുകളുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇരച്ചു കയറാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ പോലീസിന്റെ ഒരു ഫോഴ്സും ഈ ഒരു ഭാഗത്ത് കുറവാണ്. ഇപ്പോൾ എത്രത്തിൽ ഈ സമരം അവസാനിക്കും എന്നുള്ള കാര്യത്തിൽ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഏറെ രോഷാകുലരായിക്കൊണ്ട് തന്നെ നാട്ടുകാർ ഇപ്പോൾ DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരിരിക്കുന്ന ആ ഒരു ഹാളിനകത്തേക്ക് ഇരച്ചു കയറാനുള്ള ഒരു ശ്രമമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ അവരെയൊക്കെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നാട്ടുകാരുടെ ഒരു പ്രതിഷേധം അതിരൂക്ഷമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. നേരത്തെ 2 മണി വരെയായിരുന്നു നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. ജില്ലാ കളക്ടർ ഇവിടെ എത്തുമെന്ന ഉറപ്പിന്മേൽ ഇവർ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. എന്നിരുന്നാൽ ഇവിടെ ആളുകൾ തന്നെ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 4 മണിക്ക് എത്തുമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഇത്രയും നേരം ആളുകൾ ഇവിടെ ഇരുന്നതിനാൽ ഇപ്പോൾ 4 മണി ആയിരിക്കുന്നു. ജില്ലാ കളക്ടറോ സബ് കളക്ടറോ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രദേശത്ത് എത്തിയില്ലാതെ തന്നെയാണ് വീണ്ടും ഈ ആളുകൾ രോഷാകുലരായിക്കൊണ്ട് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിഷേധിക്കാനുള്ള ഒരു കാരണം. തുടർന്ന് എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. സ്ത്രീകളും കുട്ടികളും സ്ത്രീകളടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ ആ ഹാളിനകത്തേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വലിയ തരത്തിലേക്ക് ഈ ഒരു അവസ്ഥ സംഘർഷഭരിതമാകാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ കൂട്ടത്തിലുള്ള ഒരാളെയാണ് ഇന്നലെ ആ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. 24 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോഴും കടുവയെ കണ്ടെത്താൻ പോലും വനം വകുപ്പിന് ആയിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും RRT അംഗങ്ങളുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ എല്ലാം നേതൃത്വത്തിൽ കടുവക്കായി തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ കണ്ടെത്താൻ പോലും കടുവയെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതിനിടയിൽ തന്നെ ഈ ഒരു ഭാഗത്ത് ഇന്നലെ 5:30 കടുവയെ വീണ്ടും കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ഈ ഒരു പ്രദേശത്ത് തന്നെ സരസ്വതി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ വീട്ടിൽ നിന്നും പട്ടിയെ കാണാതായിട്ടുണ്ട്. രാത്രി ശബ്ദം കേട്ടു. ആ ഭയം കാരണം ആളുകൾ പുറത്തിറങ്ങിയില്ല. പിന്നീട് 3 പട്ടിയിൽ നിന്നും ഒരു പട്ടിയെ കാണാനില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് നിന്നും കടുവ മാറിയിട്ടില്ല എന്നുള്ളത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാണ്. അവർക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ കഴിയുന്നില്ല. അപ്പൊ അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആളുകളുടെ ആശങ്ക പരിഹരിക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധവുമായാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയത്. ഇത് പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഒരു ഗസ്റ്റ് ഹൌസ് ആണ്. ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു എസ്റ്റേറ്റ് ആണ്. ഇതിന്റെ ചെയർമാൻ ജില്ലാ കളക്ടറാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഒരു എസ്റ്റേറ്റിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു തൊഴിലാളി ഒരു കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് 24 മണിക്കൂർ പിന്നിടുമ്പോഴും ഈ ഒരു കടുവയെ കണ്ടെത്താനായില്ല എന്നുള്ളത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധം സ്വാഭാവികമാണ്. അപ്പോൾ ജില്ലാ കളക്ടർ 4 മണിക്ക് എത്താമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ ഇനിയും
വൈകുകയാണെങ്കിൽ, ഇനിയും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്താൻ വൈകുകയും നാട്ടുകാരുമായി സംസാരിക്കാൻ വൈകുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക്, ഒരു ഫൈസൽ സൂചിപ്പിച്ചതുപോലെ വലിയ ഭീതിയും ഭയപ്പാടും പേടിയും ഒക്കെ അതിനൊപ്പം വലിയ പ്രതിഷേധവും ആ മേഖലയിലാകെ നിലനിൽക്കുന്നുണ്ട്. നിരോധനാജ്ഞയാണെങ്കിൽ കൂടിയും അവരുടെ സാധാരണ ജീവിതത്തെ ഈ പുലിപ്പേടി കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അനുരണനമാണ് അവിടെ കാണുന്നത്. ആൾക്കൂട്ടത്തിന്റെ രോഷവും അവരുടെ പ്രതിഷേധവും ഒക്കെ അതാണ് തെളിയിക്കുന്നതും. ഇപ്പോൾ ജില്ലാ കളക്ടർ 4 മണിക്ക് അവിടെ എത്തിച്ചേരും എന്ന് പറഞ്ഞതാണല്ലോ. ഇതിലിപ്പോൾ പുലിയെ ഉടൻ കണ്ടെത്തി വെടിവെക്കണം എന്നതാണ് അവരുടെ പരമമായ പ്രധാനപ്പെട്ട ആവശ്യം. മറ്റൊന്ന്, മരിച്ച രാധയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സർക്കാർ ജോലി നൽകണം. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ സർക്കാരിൽ നിന്നൊരു ഉറപ്പ് ലഭിക്കാതെ കലക്ടർക്ക് അവിടെ എത്തി ഒരു ചർച്ച നടത്തി നാട്ടുകാർക്ക് ഉറപ്പ് നൽകാൻ കഴിയില്ല. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യങ്ങളിലേക്ക് ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കലക്ടർക്ക് പോയതായുള്ള സൂചനകളുണ്ടോ? തീർച്ചയായും സൈഫുദ്ദീൻ, അത്തരത്തിൽ സൂചനകളൊന്നും തന്നെ ഇല്ലെങ്കിലും മന്ത്രി OR കേളുവിന്റെ അധ്യക്ഷതയിൽ നിലവിൽ 2 മണി മുതൽ തന്നെ കളക്ടറേറ്റിൽ യോഗം നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ആ ഒരു യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാവും. ആ തീരുമാനം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്നിരുന്നാലും മന്ത്രിയുമായുള്ള ഈ ഒരു യോഗം കളക്ടറേറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും കളക്ടർ ഇങ്ങോട്ട് എത്തുക എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ആ കളക്ടറേറ്റിൽ എടുക്കുന്ന ആ ഒരു തീരുമാനമായിരിക്കും ഒരുപക്ഷെ ഇവിടെ വന്ന് ജനങ്ങളുമായി സംവദിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുമായി അത് പങ്കുവെക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നത്. വലിയ തരത്തിലുള്ള രോഷാകുലരായിക്കൊണ്ട് നിൽക്കുന്ന ഒരു നാട്ടുകാരെയാണ് നമുക്ക് ഇവിടെ കാണാനാകുന്നത്. കടുവയെ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ഉത്തരവൊക്കെ പുറത്തു വന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ഉത്തരവിൽ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കടുവയെ അവസാന ഘട്ടമെന്നോളം ഒരു നിമിഷം നമുക്ക് അതിശയങ്ങളിലേക്ക് ഒന്ന് പോകാം. വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് ഈ ഒരു സംഭവം കടക്കുന്നു എന്നുള്ളതാണ് ഈ അവസ്ഥയിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവിടെ നിൽക്കും. ഇന്നലെ ഈ മരണവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇന്നലെ തന്നെ വലിയ പ്രതിഷേധമൊക്കെ ഈ നാട്ടിൽ നടന്നതാണ്. പക്ഷേ ആ പ്രതിഷേധങ്ങളൊക്കെ അവസാനിച്ച് ശാന്തമായിക്കൊണ്ട് തന്നെ ഇന്നലെ പിരിഞ്ഞതാണ്. മന്ത്രി OR കേളുവിന്റെ നേതൃത്വത്തിൽ OR കേളുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ വന്ന് നാട്ടുകാരുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇന്ന് രാവിലെ രാധയുടെ സംസ്കാരത്തോട് ചേർന്നാണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ പോയത്.